Neet 2024 Botany Answer Key. Identify the set of correct statement. The flowers of Vallisneria are colorful and produce nectar. The flower of water lily are pollinated by water. In most of the water pollinated species, the pollen grains are protected from wetting. Pollen grains of some hydrophytes are long and ribbon-like. In some hydrophytes, the pollen grains are carried passively inside the water. So, ആദ്യം ഇതിൽ choose a correct answer from the options ആണ്. ഇതിൽ കറക്റ്റ് ആരാന്ന് വെച്ചാൽ the flower of Vallisneria are colorful and produce nectar. Vallisneria എന്താണ് ഒരു വാട്ടർ പോളിനേറ്റഡ് ഫ്ലവർ ആണ്. വാട്ടർ പോളിനേറ്റഡിന് ഇങ്ങനത്തെ കളർഫുള്ളും നെക്ടറിൻ്റെ ആവശ്യമൊന്നുമില്ല. അതൊക്കെ വിൻഡും ഇൻസെക്ട് ബേർഡ്സ് പോളിനേറ്റഡിനാണ് അങ്ങനത്തെ നെക്ടറും കളർഫുൾ ആയിട്ടുള്ള ആവശ്യമുള്ളത്. വാലിസ്നേരിയ വാട്ടർ പ്രൊഡ്യൂസ്ഡ് ആണ്. അതുകൊണ്ട് അതെന്തായിരിക്കും കളർഫുൾ ആൻഡ് പ്രൊഡ്യൂസ് നെക്ടർ ആയിരിക്കില്ല. അത് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഫ്ലവർ ഓഫ് വാട്ടർ ലില്ലി ആർ നോട്ട് പോളിനേറ്റഡ് ബൈ വാട്ടർ. സോ ഫ്ലവർ ഓഫ് വാട്ടർ ലില്ലി എന്താണ് ഇറ്റ് ഈസ് നോട്ട് പോളിനേറ്റഡ് ബൈ വാട്ടർ ആണോ? എന്താണെന്ന് വെച്ചാൽ നോട്ട് ഓൾ അക്വാട്ടിക് പ്ലാന്റ്സ് യൂസ് വാട്ടർ പോളിനേഷൻ. കാരണം എല്ലാ അക്വാട്ടിക് പ്ലാന്റ്സും വാട്ടർ പോളിനേഷൻ യൂസ് ചെയ്യില്ല. ലൈക്ക് ഇൻ എ മെജോറിറ്റി ഓഫ് അക്വാട്ടിക് പ്ലാന്റ്സ് ലൈക്ക് വാട്ടർ ഹയാസിന്ത് ആൻഡ് വാട്ടർ ലില്ലി അവരെന്താ ചെയ്യുക? വാട്ടർ ലില്ലി ഇത് വാട്ടർ ആണെങ്കിൽ അതിൻ്റെ മുകളിലോട്ടാണ് അതിൻ്റെ പോളൻസിനെ റിലീസ് ചെയ്യുന്നത്. വാട്ടറിൻ്റെ മുകളിലോട്ട് എബവ് ദി വാട്ടർ ലെവലാണ് അവരുടെ പോളൻസ് റിലീസ് ചെയ്യുന്നത്. ആൻഡ് അവിടെ വന്നിട്ട് ഇൻസെക്ട്സ് ആണ് ഇൻസെക്ട്സും വിൻഡും ആണ് പോളിനേഷൻ നടത്തുന്നത്. സോ ഇതെന്താണ് ഒരു വാട്ടർ പോളിനേറ്റഡ് ഫ്ലവർ അല്ല. അതെന്താണ് ഇൻസെക്ട് പോളിനേറ്റഡ് ആണ് അല്ലെങ്കിൽ വിൻഡ് പോളിനേറ്റഡ് ആണ്. In most of the water pollinated species, pollen grains are protected from wetting. Yes, pollen grains വെറ്റിങ്ങിന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് എന്തുണ്ട്? ഒരു മ്യൂസിലാജിനസ് കവർ ഉണ്ട്. പിന്നെ pollen grains of some hydrophytes are long and ribbon like. ചില ഹൈഡ്രോഫൈറ്റ്സിൻ്റെ ഇതെന്താണ്? ലോങ് ആൻഡ് റിബൺ ലൈക്ക് ആണ്. അത് ഒരു കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, അടുത്തത് ഇൻ സം ഹൈഡ്രോഫൈറ്റ്സ് pollen grains are carried passively inside water. ചിലർക്ക് എന്താണ്? ചിലരുടെ പോളൻ ഗ്രെയിൻസ് വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ എന്ത് ചെയ്യാം? പാസീവ്ലി ഇൻസൈഡ് ദ വാട്ടറാണ് പോളിനേഷൻ നടക്കുന്നത്. ഓക്കെ, സോ ബി സി ഡി ഇ ആണ് കറക്റ്റ്. അപ്പം ഓപ്ഷൻ 2 ഇസ് ദി റൈറ്റ് ആൻസർ. ദ ടൈപ്പ് ഓഫ് കൺസർവേഷൻ ഇൻ വിച്ച് ദ ത്രെറ്റൻഡ് സ്പീഷീസ് ആർ ടേക്കൺ ഔട്ട് ഫ്രം ദിയർ നാച്ചുറൽ ഹാബിറ്റേറ്റ് എ പ്ലേസ് ഇൻ സ്പെഷ്യൽ സെറ്റിംഗ് വോ ദേ ക്യാൻ ബി പ്രൊട്ടക്റ്റഡ് ആൻഡ് ഗിവൺ എ സ്പെഷ്യൽ കെയർ ആർ കോൾഡ്. അങ്ങനത്തെ ഇതിന് നമ്മൾ എന്താ പറയുക? എക്സിറ്റു കൺസർവേഷൻ എന്നാണ് പറയുക. എക്സിറ്റു കൺസർവേഷൻ. ഇൻ ദിസ് അപ്രോച്ച് ത്രെറ്റൻഡ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ആർ ടേക്കൺ ഔട്ട് ഫ്രം ദിയർ നാച്ചുറൽ ഹാബിറ്റേറ്റ് ആൻഡ് ആർ പ്ലേസ്ഡ് ഇൻ എ സ്പെഷ്യൽ സെറ്റിംഗ്. സോ എക്സിറ്റു ആണ്. എക്സിറ്റു എന്താണ്? ഒരു ബയോഡൈവേഴ്സിറ്റി കൺസർവേഷനാണ്. എക്സിറ്റു ബയോഡൈവേഴ്സിറ്റി കൺസർവേഷനാണ്. ഓപ്ഷൻ 4 ഇസ് ദി റൈറ്റ് ആൻസർ. Inhibition of succinic dehydrogenase enzyme malonate is a classical example of. അത് എന്തിന് എക്സാമ്പിൾ ആണ്? ഇൻഹിബിഷൻ ഓഫ് succinic dehydrogenase by malonate is an example of competitive inhibition ആണ്. ഇറ്റ് ഇസ് എ കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ ആണ്. ഓക്കെ, ഓപ്ഷൻ 1 is the right answer. Identify the part of seed from the given figure which is destined to form root when the seed is germinates. So seed germinate ചെയ്യുമ്പം ഇതിൽ ഏത് പാർട്ടാണ് റൂട്ടായിട്ട് മാറുന്നതെന്നാണ് ചോദിച്ചത്. സോ ഇവിടെ the primary root or radicle is the first organ to appear when seed germinate. സീഡ് ജെർമിനേറ്റ് ചെയ്യുമ്പം റാഡിക്കൽ അല്ലെങ്കിൽ പ്രൈമറി എന്താണ്? റൂട്ടാണ് ആദ്യം ഫോം ചെയ്യുന്നത്. സോ ഇതിൽ ആരാണ്? ഇതെന്താണ്? ഇത് കോളിയോപ്റ്റൈലാണ്. ഇത് രണ്ടും ബി എന്താണ്? പ്ലൂമ്യൂളാണ്. സി റാഡിക്കിളാണ്. ആൻഡ് ഡി എന്താണ്? കോളിയോറൈസ. ഓക്കെ, സോ ഇതിൽ ആരാണ് റൂട്ട് എന്ന് പറഞ്ഞാൽ റാഡിക്കൽ. സോ റാഡിക്കൽ ഏതാണ്? സി. സോ സി 1. ഓപ്ഷൻ 1 ഇസ് ദ റൈറ്റ് ആൻസർ. ദ ബുള്ളിഫോം സെൽസ് ആർ റെസ്പോൺസിബിൾ ഫോർ എന്താണ്? ഇൻക്രീസ്ഡ് ഇൻ ഫോട്ടോസിന്തസിസ് മോണോകോട്ട് ആണോ? അല്ല. പ്രൊവൈഡിങ് ലാർജ് സ്പേസ് ഫോർ സ്റ്റോറേജ് ഓഫ് ഷുഗർ ആണോ? അല്ല. ഇൻവേർട്ട് കേളിംഗ് ഓഫ് ലീവ്സ് ഇൻ മോണോകോട്ട് ആണ് അവരുടെ ഫംഗ്ഷൻ. ഓക്കെ, ഓപ്ഷൻ 3 ഇസ് ദ റൈറ്റ് ആൻസർ. ഫോർത്ത് എന്താണെന്ന് വെച്ചാൽ പ്രൊട്ടക്ടിങ് ദ പ്ലാന്റ് ഫ്രം സാൾട്ട് സ്ട്രെസ്സസ് ആണ്. സോ ഈ ബുള്ളിഫോം സെൽസ് കാണുന്നത് മോണോകോട്ടിലാണ്. അഡാക്സൽ എപ്പിഡെർമസ് സെൽസിലാണ് കാണുന്നത്. And then they are called the bulliform. When the bulliform cells leaves are absorbed water,
അവരെന്തായിരിക്കും ടേർജ്ഡ് ആയിരിക്കും ആൻഡ് ദ ലീവ് സർഫസ് ഇസ് എക്സ്പോസ്ഡ്. അപ്പോൾ വെൻ ദേ ആർ ഫ്ലാക്സിഡ് ഡ്യൂ ടു വാട്ടർ സ്ട്രെസ്, ഫ്ലാക്സിഡ് ആകുമ്പം അവരെന്തായിരിക്കും കേൾ ചെയ്യും, മിനിമൈസ് വാട്ടർ ലോസ് മിനിമൈസ് ചെയ്യും ചെയ്യും. സോ ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ റിക്വയർഡ് ഫോർ ഡാർക്ക് റിയാക്ഷൻ ഓഫ് ഫോട്ടോസിന്തസിസ്? ഡാർക്ക് റിയാക്ഷൻ ആവശ്യമുള്ളത് എന്താണെന്നാണ് ചോദിച്ചത്. ലൈറ്റ് വേണം, ക്ലോറോഫിൽ വേണോ എന്നാണ് ചോദിക്കുന്നത്. സോ ഏതൊക്കെയാണ് ഡാർക്ക് റിയാക്ഷൻ ആവശ്യം? ഡാർക്ക് ആകുമ്പോൾ ലൈറ്റ് ആവശ്യമുണ്ടോ? ഇല്ല. ക്ലോറോഫിൽ ആവശ്യമുണ്ടോ? ക്ലോറോഫിൽ ആവശ്യമില്ല ഡാർക്ക് റിയാക്ഷന്. കാർബൺ ഡയോക്സൈഡ് ആവശ്യമുണ്ട്, ATP ആവശ്യമുണ്ട്, NADPH ആവശ്യമുണ്ട്. സോ ഓപ്ഷൻ A is the, so option 1 is the right answer. Formation of interfascicular cambium from fully developed parenchyma cell is an example of de-differentiation. It's an example of de-differentiation. Okay. Hint to always cut DNA molecule at a particular point called a recognition sequence, and it consists of എത്ര ബേസ് പെയർ ഉണ്ട്? 6 ബേസ് പെയർ. ഓർമ്മയല്ലേ? ഹിൻറ്റ് 2 ആകുമ്പോൾ 6 ബേസ് പെയർ. Tropical regions show greatest level of species richness because tropical latitudes have remained relatively undisturbed for millions of years, hence more time was available for species diversification. Tropical environment are more seasonal, more solar energy is available in tropics, constant environment promote niche specialization, tropical environment are constant and predictable. So choose the correct answer from the given options below. So ഇതിൽ tropical latitudes have remained relatively undisturbed for millions of years, hence more time available for species diversification. യെസ്, അതൊരു കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. പിന്നെ ട്രോപ്പിക്കൽ എൻവയോൺമെൻറ്റ് ആർ മോർ സീസണൽ. ട്രോപ്പിക്കൽ എൻവയോൺമെൻറ്റ് എന്താണ്? സീസണൽ അല്ല, മോർ സീസണൽ അല്ല, ദേ ആർ ലെസ് സീസണൽ ആണ്. അപ്പോൾ ഇതൊരു റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. മോർ സോളാർ എനർജി ഈസ് അവൈലബിൾ ഇൻ ട്രോപ്പിക്സ്. യെസ്, മോർ സോളാർ എനർജി ട്രോപ്പിക്സിൽ അവൈലബിൾ ആണ്. കോൺസ്റ്റൻറ്റ് എൻവയോൺമെൻറ്റ് പ്രൊമോട്ട് നിഷ് സ്പെഷ്യലൈസേഷൻ. യെസ്, കോൺസ്റ്റൻറ്റ് എൻവയോൺമെൻറ്റ് എന്ത് ചെയ്യും? നിഷ് സ്പെഷ്യലൈസേഷന് പ്രൊമോട്ട് ചെയ്യും. ആൻഡ് ട്രോപ്പിക്കൽ എൻവയോൺമെൻറ്റ്സ് ആർ കോൺസ്റ്റൻറ്റ് ആൻഡ് പ്രെഡിക്റ്റബിൾ ആണ്. ഓക്കെ, സോ ഈ കറക്റ്റാണ്. സോ ചൂസ് ദ കറക്റ്റ് ആൻസർ എന്ന് വെച്ചാൽ ACD കറക്റ്റ് ഉള്ളത് ഓപ്ഷൻ 3 ആണ്. സോ ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ക്രൈറ്റീരിയം ഫോർ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫംഗൈ? ഫംഗൈൻ്റെ ക്ലാസിഫിക്കേഷൻ്റെ ക്രൈറ്റീരിയ അല്ലാത്തത്. മോഡ് ഓഫ് സ്പോർ ഫോർമേഷൻ, ഫ്രൂട്ടിംഗ്, മോർഫോളജി ഓഫ് മൈസീലിയം, മോഡ് ഓഫ് ന്യൂട്രീഷൻ. സോ ഇതിൽ മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ് ഫംഗൈൻ്റെ ക്രൈറ്റീരിയയിൽ പെടാത്തത്. മോർഫോളജി ഓഫ് മൈസീലിയം, മോഡ് ഓഫ് സ്പോർ ഫോർമേഷൻ and fruiting bodies form basis of division of kingdom fungi. Okay, so option 4 is the correct answer. Next, how many molecule of ATP and NADPH are required for every molecule of carbon dioxide fixed in Calvin cycle? Calvin cycle എത്ര ATPയും എത്ര NADPHും ആണ് ഒരു ഓരോ molecule of carbon dioxide ഫിക്സ് ചെയ്യാനും ആവശ്യം. For every molecule of carbon dioxide entering in Calvin cycle, 3 molecule of ATP and 2 NADPH are required. എവിടെയാണല്ലേ? കാൽവിൻ സൈക്കിൾ ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് അണ്ടർ 3 സ്റ്റേജസ്. ഏതൊക്കെയാണ് 3 സ്റ്റേജസ്? ഏതൊക്കെയാണ്? കാർബോക്സിലേഷൻ, റിഡക്ഷൻ ആൻഡ് റീജനറേഷൻ. കാർബോക്സിലേഷൻ, റിഡക്ഷൻ ആൻഡ് റീജനറേഷൻ. സോ റിഡക്ഷൻ സ്റ്റെപ്പിൽ 2 molecule of ATP യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഇവിടെ 2 ATP യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ 2 NADPH റിഡക്ഷനിൽ യൂസ് ചെയ്യുന്നുണ്ട്, 2 NADPH. റീജനറേഷൻ സ്റ്റെപ്പിൽ റീജനറേഷനിൽ 1 ATP യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം എത്ര ഉണ്ട്? 3 ATPയും 2 NADPHും ഉള്ളത് ഓപ്ഷൻ 2 ആണ്. ഓക്കെ, സോ റിഡക്ഷനിൽ 2 ATPയും 2 NADPHും, പിന്നെ റീജനറേഷനിൽ 1 ATP എന്തിനു വേണ്ടിയിട്ട്? RUBP ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ്, these are regarded as major cause of biodiversity loss. ആരൊക്കെയാണ്? ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഒരു മേജർ കോസാണ്. കോ എക്സ്റ്റൻഷൻ ഒരു മേജർ കോസാണ്. മ്യൂട്ടേഷൻ ഒരു മേജർ കോസ് ഓഫ് ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി അല്ല. ഹാബിറ്റേറ്റ് ലോസ് ഒരു മേജർ കോസാണ്. മൈഗ്രേഷനും ഒരു മേജർ കോസ് അല്ല. സോ ABD ആണ് മേജർ കോസസ്. ഓപ്ഷൻ 2 is the right answer. The capacity to generate a whole plant from any cell of the plant is known as എന്താണ്? അതിനാണ് നമ്മൾ ടോട്ടിപൊട്ടൻസി എന്ന് പറയുന്നത്. ഓക്കെ, the equation of Warhol's Pearl
logistic growth is dn by dt is rn k minus n by k. From this equation k indicates k എന്താണ് ക്യാരിയിങ് കപ്പാസിറ്റി ആണ്. k എന്താണ് ക്യാരിയിങ് കപ്പാസിറ്റി. ഓക്കെ, അത് ആ ഇക്വേഷനിൽ അത് ടെക്സ്റ്റ് ബുക്ക് കറക്റ്റായിട്ട് ആ സ്റ്റേറ്റ് ഉണ്ട്. സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച് ടു കൈനറ്റോകോസ് ഓഫ് ക്രോമസോംസ് ഡ്യൂറിങ്. സ്പിൻഡിൽ ഫൈബേഴ്സ് എപ്പോഴാണ് അറ്റാച്ച് ചെയ്യുന്നത്? ഡ്യൂറിങ് മെറ്റഫേസ്. ഓക്കെ, identify the type of flower based on position of calyx, corolla and rhizome with respect to ovary from the given figure A and B. So ഇതിൽ ഫിഗർ എയും ബിയും വെച്ചിട്ട് ഇത് ഏതാണെന്നാണ് നോക്കേണ്ടത്. ഇത് എന്താണ്? പെരിഗൈനസ് ആണ്. ഈ ഫിഗർ ടെക്സ്റ്റ് ബുക്കിലുള്ള ഫിഗറാണ് തന്നിട്ടുള്ളത്. ഇഫ് ഗൈനീഷ്യം is situated in center, ഗൈനീഷ്യം center and other part of the flower are located in the rim of the thalamus, it is perigynous and the ovary is said to be half inferior. ഓക്കെ, സോ ഇതെന്താണ്? ഇത് രണ്ടും എയും ബിയും എന്താണ്? പെരിഗൈനസ് ആണ്. ഓപ്ഷൻ 2 is the right answer. ഇനി മാച്ച് ലിസ്റ്റ് 1 with ലിസ്റ്റ് 2. ഇതെന്താണ്? കുറച്ച് എക്സാമ്പിൾസ് ആണ്. എന്തിൻ്റെ? ഇതിൻ്റെ കോമൺ നെയിമാണ്. സം കോമൺ മെമ്പേഴ്സ് ഓഫ് ബെസിഡിയോമൈസൈറ്റ്സ് ആണ് ഇവിടെ ഉള്ളത്. റൈസോപ്പസ് എന്താണ്? ഇസ് നോൺ ആസ് ബ്രെഡ് മൗൾഡ് ആണ്. A3 വരുന്ന 2 ഓപ്ഷൻ ഉണ്ട്, 1ഉം 3ഉം. അസ്റ്റലാഗോ എന്താണ്? ഇറ്റ്സ് സ്മട്ട് ഫംഗസ് ആണ്. B2, A3 B2. പിന്നെ പക്സിനി എന്താണ്? ഇറ്റ്സ് റെസ് ഫംഗസ്, C4, ഓപ്ഷൻ 3 ആണ്. ആൻഡ് അഗാരിക്കസ് എന്താണ്? അഗാരിക്കസ് ഒരു മഷ്റൂം ആണ്. അപ്പം D1, സോ ഓപ്ഷൻ 3 ഈസ് ദി റൈറ്റ് ആൻസർ. Hint to always cut DNA molecules at a particular point of recognition sequence. 6 base pair. ഇത് റിപ്പീറ്റ് ആയി വന്നു എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. എനിവേ 6 ബേസ് പെയർ ആണ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ മിസ്സായിട്ടുണ്ട്. എനിവേ അത് പിന്നെ പറയാം. എ പിങ്ക് ഫ്ലവേർഡ് സ്നാപ് ഡ്രാഗൺ പ്ലാന്റ് വാസ് ക്രോസ്ഡ് വിത്ത് എ റെഡ് ഫ്ലവേർഡ് സ്നാപ് ഡ്രാഗൺ. പിങ്ക് കളറുള്ളത് റെഡുമായിട്ട് ക്രോസ് ചെയ്തു. ഓക്കെ, പിങ്ക് ഫ്ലവർ റെഡുമായിട്ട് ക്രോസ് ചെയ്തു. വാട്ട് ടൈപ്പ് ഓഫ് ഫിനോടൈപ്പ് ഇസ് എക്സ്പെക്റ്റഡ് ഇൻ പ്രോജനി? അപ്പോൾ നമ്മൾ ഇത് ക്യാപിറ്റൽ RRRും മറ്റത് ക്യാപിറ്റൽ R സ്മോൾ ആറുമായിട്ട് ക്രോസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഇത് പിങ്കാണ്, ഇത് പിങ്കും ഇത് റെഡുമാണ്. ഓക്കെ, ഇതിനെ ഇപ്പോൾ ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ പ്രോജനി കിട്ടും? RRR കിട്ടും, കാണിച്ചു തരാം. ഇതും കൂടി ക്യാപിറ്റൽ R കിട്ടും. ഇതും ക്യാപിറ്റൽ ഒരു പിങ്ക് കിട്ടും. ഇതും ഒരു പിങ്കും റെഡ് കിട്ടും. പിങ്കും കിട്ടും. രണ്ടും ഒരുപോലെ ആയിരിക്കും കിട്ടുക. അതായത് 2 റെഡും 2 പിങ്കും കിട്ടും. ഓക്കെ, സോ റെഡ് ആസ് വെൽ ആസ് പിങ്ക് ഫ്ലവർ പ്ലാന്റ്സ് ആയിരിക്കും ഇവിടെ കിട്ടുന്നത്. ഓപ്ഷൻ 4 ഇസ് ദ റൈറ്റ് ആൻസർ. ക്രോസ് ചെയ്തത് മനസ്സിലായിട്ടുണ്ടോ? ഒന്നുകൂടെ ക്രോസ് ചെയ്ത് തരാം. ഇത് എന്താണ്? റെഡ് ഫ്ലവറാണ്. ഇത് പിങ്ക് ഫ്ലവറാണ്. ഇതിലൊരു റെഡും ഇതിന്നൊരു 6ഉം ക്രോസ് ചെയ്തപ്പം റെഡ് ഫ്ലവർ കിട്ടി. ഈ 6ഉം സ്മോൾ ആറും ക്രോസ് ചെയ്തപ്പോൾ പിങ്ക് ഫ്ലവർ കിട്ടി. അതുപോലെ തന്നെ അടുത്തും ചെയ്യുമ്പോൾ നമുക്ക് 6 ഇതും കിട്ടും. സോ ഇത് റെഡാണ്, ഇത് പിങ്കാണ്. അപ്പോൾ നമുക്ക് പിങ്കും റെഡും ഫ്ലവർ തന്നെ ആയിരിക്കും കിട്ടുക. അവിടെ വൈറ്റ് ഫ്ലവർ വരുന്നില്ല. ഓക്കെ, സോ ഓപ്ഷൻ എന്താണ്? 4 ഇസ് ദി റൈറ്റ് ആൻസർ. നെക്സ്റ്റ്, മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. 2 or more alternative forms of a gene എന്താണ്? അതിനെയാണ് നമ്മൾ എന്താണ് അലീൽ എന്ന് പറയുന്നത്. ഓക്കെ, A3 വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ, 1. ബാക്കിയും കൂടെ നോക്കാം. ക്രോസ് ഓഫ് F1 പ്രോജനി വിത്ത് ഹോമോസൈഗസ് റെസസീവ് പ്ലാന്റ്. ഹോമോസൈഗസ് റെസസീവ് പ്ലാന്റുമായിട്ട് ക്രോസ് ചെയ്യുന്നതിന് നമ്മൾ ടെസ്റ്റ് ക്രോസ് എന്ന് പറയുന്നത്. ക്രോസ് ഓഫ് F1 പ്രോജനി വിത്ത് എനി പ്ലാന്റ്, ഏതെങ്കിലും ഒരു പ്ലാന്റ് വെച്ചിട്ട് ക്രോസ് ചെയ്യുന്നതിന് നമ്മൾ ബാക്ക് ക്രോസ് എന്നാണ് പറയാം. പിന്നെ നമ്പർ ഓഫ് ക്രോമസോം സെറ്റിൻ്റെ പ്ലാന്റ് നമ്മൾ പ്ലോയിഡി എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ 1 ഇസ് ദി റൈറ്റ് ആൻസർ. Lecithin, a small molecular weight organic compound found in living tissue, is an example of phospholipids. എന്താണ്? ഒരു ഫോസ്ഫോലിപ്പിഡ് ആണ്. ഓപ്ഷൻ 4 ഇസ് ദി റൈറ്റ് ആൻസർ. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ക്ലോസ്ട്രീഡിയം ബ്യൂട്ടിലിക്കം എന്താണ്? ഒരു ബ്യൂട്ടറിക് ആസിഡ് ആണ്. ഓക്കെ, A3 വരുന്ന 2 ഓപ്ഷൻ ഉണ്ട്, 1ഉം 3ഉം. സക്കാരോമൈസ് സർവീസ് എന്താണ്? എത്തനോളാണ് ഉണ്ടാക്കുന്നത്.
സോ B1 അതും അതന്നെയാണ്. ട്രൈക്കോഡോമ പോളിസ്പോറം എന്താണ്? സൈക്ലോസ്പോറിൻ എ. C4. സോ C4 വരുന്ന ഒരു ഓപ്ഷൻ 1 ആണ്. സോ പിന്നെ സ്ട്രെപ്റ്റോകോക്കസ് എന്താണ്? സ്ട്രെപ്റ്റോകൈനേസ് എന്ന് ഉണ്ടാക്കും. ഓക്കെ, സോ ഓപ്ഷൻ 1 is the correct answer. In the given figure, which component has thin outer wall and highly thickened inner wall? തിൻ ഔട്ടർ വാളും ഹൈലി തിക്കൻഡ് ഇന്നർ വാളും ഉള്ളത് ആർക്കാണ്? ഗ്വാഡ് സെൽസിനാണ്. ഗ്വാഡ് സെൽസ് ഇതിലേതാണ്? ഗ്വാഡ് സെൽസ് ഏതാണ്? സി അല്ലേ? ഗ്വാഡ് സെൽസ് ഓപ്ഷൻ 3 ആണ്. സി, ഇതാണ് ഗ്വാഡ് സെൽസ് വരുന്നത്. കണ്ടോ ഇവിടെ വരുന്നത്. ഈ ബി ആണെന്ന് വിചാരിക്കരുത്, ബി സബ്സിഡിയറി സെൽസ് ആണ്. ഓക്കെ, ഓപ്ഷൻ 3 is the right answer. Which of the following is an example of actinomorphic flower? Actinomorphic flower example ആണ് എന്ത്? When a flower is divided into 2 radial halves in any radial plane passing through center, it is said to be actinomorphic. അപ്പോൾ അതിന് എക്സാമ്പിൾ എന്തൊക്കെയാ? മസ്റ്റാർഡ്, ഡെറ്റൂറ, ചില്ലി ഒക്കെയാണ്. അപ്പോൾ ഇതിൽ ഡെറ്റൂറ ആണ് വന്നിട്ടുള്ളത്. ഓപ്ഷൻ 3 is the right answer. A transcription unit in a DNA is defined primarily by the 3 regions in DNA, and these are with respect to upstream and downstream end. So transcription unit in DNA is defined primarily by 3 regions. ആരൊക്കെയാണ് 3 regions? ഏതൊക്കെയാണ്? പ്രൊമോട്ടർ, സ്ട്രക്ചറൽ ജീൻ ആൻഡ് ടെർമിനേറ്റർ. പ്രൊമോട്ടറും സ്ട്രക്ചറൽ ജീനും ടെർമിനേറ്ററും. ഓപ്ഷൻ 2 is the right answer. What is the female piece of DNA carrying only gene of interest which is transferred into an alien organism? The piece of DNA would be able to multiply. ഇതിലേതാ കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു DNA ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വിധിയാണ് ചോദിച്ചിട്ടുള്ളത്. പീസ് ഓഫ് DNA would be able to multiply itself independently in a progeny cell of organism. നോ, അങ്ങനെ പറ്റൂല. ഇൻഡിപെൻഡൻ്റ്ലി ഇതാവാൻ പറ്റൂല. അതെന്ത് ചെയ്യും? ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇറ്റ് മേ ഗെറ്റ് ജനറേറ്റഡ് ഇൻ ടു ദ ജീനോം ഓഫ് റെസിപ്പിയൻറ്റ്. ഇത് കറക്റ്റാണ്. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് മേ മൾട്ടിപ്ലൈ ആൻഡ് ഇൻഹെറിറ്റഡ് അലോങ് വിത്ത് ദ ഹോസ്റ്റ് DNA. ഹോസ്റ്റ് DNA ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും, ഇൻഹെറിറ്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ ഏലിയൻസ് പീസ് ഓഫ് DNA is not in an integrated part of chromosome. അത് തെറ്റാണ്. ഇറ്റ് ഈസ് an integrated പാർട്ടാണ്. അത് റോങ് ആണ്. ഇറ്റ് ഷോസ് എബിലിറ്റി ടു റെപ്ലിക്കേറ്റ്. അല്ല, ഇറ്റ് ഡു നോട്ട് ഷോ. സോ ഇതിൽ കറക്റ്റ് ആൻസർ ഉള്ളത് B and C മാത്രമാണ്. ഓപ്ഷൻ A is the right. Oxen is used by gardeners to prepare weed-free lawn, but no damage is caused to grass as oxen. Does not affect mature monocotyledon plants. Can help in cell division in grass to produce growth. Promote apical dominance. Promote abscission of mature leaves only. ഒരു ഗാർഡനർ എന്ത് ചെയ്തു? വീഡ് ഫ്രീ ലോണിന് വേണ്ടിയിട്ട് ഓക്സിൻ യൂസ് ചെയ്തു. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഡു നോട്ട് എഫക്ട് മെച്യൂർ മോണോകോട്ടിലിഡനസ് പ്ലാന്റ്സ് ആണ്. ഓക്കെ, കാരണം ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിൻസ് എന്താണ്? വൈഡ്ലി യൂസ്ഡ് എസ് ഹെർബിസൈഡ്സ് ആണ്. അത് 2,4-D ആണ് വൈഡ്ലി യൂസ് ചെയ്യുന്നത്. വിച്ച് കിൽസ് ഡൈകോട്ടിലിഡനസ് വീഡ്സ് ആണ്. മോണോകോട്ടിലിഡനസിൽ പറ്റൂല. ഓക്കെ, അതുകൊണ്ടാണ് ഓപ്ഷൻ 1. The cofactor of the enzyme carboxypeptidase is എന്താണ്? കോഫാക്ടർ എന്താണ്? സിങ്ക് ആണ് കോഫാക്ടർ. The lactose present in growth medium of bacteria is transported to the cells by the action of എന്തിൻ്റെ ആക്ഷൻ കൊണ്ടാണ്? പെർമിയേസിൻ്റെ ആക്ഷനിലാണ്. In the absence of preferred carbon dioxide source, if lactose is provided in the growth medium, lactose is transported into the cells through permease, by the action through permease. Okay, next. Which one of the following can be explained on basis of Mendel's law of dominance? Out of one pair of factors, one is dominant and other is recessive. Yes, അതൊരു correct statement ആണ്. Alleles do not show any expression and both characters appear as such in F2 generation. No, അതൊരു റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഫാക്ടർ ഒക്വയർ ഇൻ പെയർ ഇൻ നോർമൽ ഡിപ്ലോയിഡ് പ്ലാന്റ്സ്. യെസ്, അതൊരു കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. രണ്ടിപ്പോൾ ആർ അല്ലെങ്കിൽ ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ, അങ്ങനെ 2 പെയേഴ്സിലാണ് കാണുന്നത്.
The discrete unit controlling a particular character is called a factor. Yes. The expression of only one parental character is found in monohybrid cross. Yes. So option 4 is the right answer. The given below are two statements. Statement 1. Bt toxin are insect group specific and caught by gene cry1AC. Statement 2. Bt toxin exists as inactive protoxin in B. thuringiensis. However, after ingestion by the insects, the inactive protoxin gets converted into active form due to acidic pH in the insect's guts. So, ഇതിൽ ഏതൊക്കെയാണ് റൈറ്റ് ആൻഡ് റോങ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ BT toxins are insects group specific and caught by gene cry1AC ആണ്. cry1AC. ഓക്കെ, ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി BT toxin protein exists in inactive protoxin, but once an insect ingests the inactive toxin, it is converted into active form. Once അത് ചെയ്താൽ ആക്റ്റീവ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യും. ഡ്യൂ ടു ദി ആൽക്കലൈൻ പി എച്ച് ആണ്, അസിഡിക് പി എച്ച് അല്ല, ആൽക്കലൈൻ ആണ്. സോ ഓപ്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് 2 തെറ്റാണ്. സോ ഓപ്ഷൻ 1 ഇസ് ദി റൈറ്റ് ആൻസർ. ഗിവൺ ബിലോ സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ആണ്. ഇതിൽ പാരൻകൈമ ഈസ് എ ലിവിങ് ബട്ട് കോളിൻകൈമ ഈസ് ഡെഡ് സെൽ എന്നാണ് പറയുന്നത്. പാരൻകൈമ ലിവിങ്ങും കോളിൻകൈമ ഡെഡ് ടിഷ്യൂ ആണ്. യെസ്, അത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ചാൽ ജിംനോസ്പേം ലാക്ക് സൈലം വെസൽസ് ബട്ട് പ്രസൻസ് ഓഫ് സൈലം വെസൽ ഇസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻജിയോസ്പേം. അതും ഒരു കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓപ്ഷൻ 3 both 1 and statement 2 are true ആണ്. ഓപ്ഷൻ 3 is the ഇതിൽ പാരൻകൈമ എന്താണ്, ലിവിങ് ആണ്. പാരൻകൈമയും കോളിൻകൈമയും ലിവിങ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 തെറ്റാണ്. സോ സ്റ്റേറ്റ്മെൻറ്റ് 1 തെറ്റാണ്, സ്റ്റേറ്റ്മെൻറ്റ് 2 ശരിയാണ്. ഓപ്ഷൻ 2 is the right answer. The given below are two statements. Statement 1 എന്താണെന്ന് വെച്ചാൽ chromosomes become gradually visible under light microscope during leptotin. യെസ്, അതൊരു കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഡ്യൂറിങ് leptotin സ്റ്റേജ് chromosome become visible. കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 2. The beginning of diploidine stage is recognized by dissolution of synaptomimal complex. അതും ഒരു കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ രണ്ടും കറക്റ്റ് ആയതുകൊണ്ട് തന്നെ ഓപ്ഷൻ 3 is the right answer. നെക്സ്റ്റ് ന്യൂക്ലിയോലസ് എന്താണ്, സൈറ്റ് ഓഫ് ആക്റ്റീവ് റൈബോസോമൽ RNA സിന്തസിസ് ആണ്. ആക്റ്റീവ്, സോ A3 ആണ്. സെൻട്രിയോൾ എന്താണ്, ഓർഗനൈസേഷൻ ലൈക്ക് കാർട്ട്വീൽ ആണ്. കാർട്ട്വീൽ പോലത്തെ ഓർഗനൈസേഷൻ B2. A3 B2 വരുന്ന ഒരു ഓപ്ഷൻ 3 ആണ്. പിന്നെ ല്യൂക്കോപ്ലാസ്റ്റ് എന്താണ്, സ്റ്റോറിങ് ന്യൂട്രിയൻസ് ആണ്. ആൻഡ് ഗോൾഗി എന്താണ്, ഫോർമേഷൻ ഓഫ് ഗ്ലൈക്കോലിപ്പിഡ്സ്. ഓപ്ഷൻ 3 is the right answer. ലിസ്റ്റ് ഓഫ് എൻഡേഞ്ചേർഡ് സ്പീഷീസ് വാസ് റിലീസ്ഡ് ബൈ എൻഡേഞ്ചേർഡ് സ്പീഷീസിൻ്റെ ലിസ്റ്റ് ആരാണ് കൊണ്ടുവന്നത്, റെഡ് ലിസ്റ്റ് ആരാണ് കൊണ്ടുവന്നത്, IUCN ആണ്. ഓക്കെ, IUCN ആണ് കൊണ്ടുവന്നത്. ഓപ്ഷൻ 2 is the right answer. DNA പ്രസൻറ്റ് ഇൻ ക്ലോറോപ്ലാസ്റ്റ് എങ്ങനെയായിരിക്കും, സ്മോൾ ആണ്, ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്, ആൻഡ് സർക്കുലർ ആണ്. സ്മോൾ, ഡബിൾ സ്റ്റാൻഡേർഡ്, സർക്കുലർ. സോ ഡബിൾ സ്റ്റാൻഡേർഡ് ആൻഡ് സർക്കുലർ ഉള്ളത് ഓപ്ഷൻ 4 ആണ്. ഓപ്ഷൻ 4 is the right answer. Next, which of the following are fused in the somatic hybridization involving two varieties of plants? അത് പ്രോട്ടോപ്ലാസ്റ്റ് ആണ് എന്തായിരുന്നു ഫ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഐഡൻറ്റിഫൈ ദ കറക്റ്റ് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ദ ഗിവൺ ഫിഗർ. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത് പറയാനുള്ളത് ക്ലീസ്റ്റോഗ്യാമസ് ഫ്ലവർ ഷോയിങ് ഓട്ടോഗമി. ക്ലീസ്റ്റോഗ്യാമസ് ഫ്ലവർ ഓട്ടോഗമി കാണിക്കില്ല. കോമ്പാക്ട് inflorescence showing complete autogamy. No. Bean pollinated plant inflorescence showing flower with well exposed stamen. Yes, അതൊരു കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആൻഡ് വാട്ടർ pollinated flower showing stamens with mucilaginous covering. സ്റ്റേമൻ അല്ല, പോളൻസ് ആണ്. ഓക്കെ, അതും റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ഇറ്റ് ഇസ് 3. ഓപ്ഷൻ 3 is the right. Spraying sugarcane crops with which following plant growth regulator increases the length of the stem, thus increase yield. സോ ഏത് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്ററാണ് യൂസ് ചെയ്യുന്നുണ്ട്, എന്തിനു വേണ്ടി, ഇൻക്രീസ് ദ സ്റ്റെം ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യൽ ഗിബർലിനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് മാച്ച് ദ ഫോളോയിങ്. ഫ്രെഡറിക് ഗ്രിഫ്റ്റ് എന്താണ്, ട്രാൻസ്ഫോർമേഷൻ ആണ് കണ്ടുപിടിച്ചത്. ട്രാൻസ്ഫോർമേഷൻ, ഫ്രെഡറിക് ഗ്രിഫ്റ്റ്. A3.
A3 വരുന്ന 2 ഓപ്ഷൻ ഉണ്ട്. ഫ്രാൻസിസ് ജാക്കബ് ആൻഡ് ജാക്കബ് മൊണാഡ് എന്താണ്? ലാക്കോപ്രോണിൻ്റെ കണ്ടുപിടിച്ച ഇവരാണ്. B4 A3 B4 ഓപ്ഷൻ 4 ആണ്. പിന്നെ ഹർ ഗോബിന്ദ് ഖൊറാന എന്താണ്? ജനറ്റിക് കോഡാണ്. പിന്നെ മെസൽസൺ ആൻഡ് സ്റ്റോൾ എന്താണ്? സെമി കൺസർവേറ്റീവ് മോഡ് ഓഫ് DNA റെപ്ലിക്കേഷൻ. സോ ഓപ്ഷൻ 4 ഇസ് ദി റൈറ്റ് ആൻസർ. പിന്നെ അടുത്തത് GLUT4. ഇതും ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. GLUT4 എന്താണ്? ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ട് ഇൻ ടു ദ സെല്ലാണ്. സോ A4 ഒരു ഓപ്ഷനേ ഉള്ളൂ. 3. ഇൻസുലിൻ എന്താണ്? ഇൻസുലിൻ സെക്രീറ്റ് ബൈ പാൻക്രിയാസ്. ഇതൊരു എൻസൈമാണ്. ഇൻസുലിൻ ഒരു ഹോർമോണാണ്. ഹോർമോൺ സെക്രീറ്റഡ് ബൈ പാൻക്രിയാസ് ആണ്. ട്രിപ്സിൻ ഒരു എൻസൈമാണ്. അതുപോലെ കൊളാജൻ എന്താണ്? ഇൻ്റർസെല്ലുലാർ ഗ്രൗണ്ട് സബ്സ്റ്റൻസ് ആണ്. സോ ഓപ്ഷൻ 3 ഈസ് ദി റൈറ്റ് ആൻസർ. Given below are 2 statements. So here in C3 plants some oxygen binds with rubisco, hence carbon dioxide fixation is reduced. Yes, C3 പ്ലാന്റ്സിൽ ഓക്സിജൻ binds with rubisco. ഓക്സിജൻ rubisco ആയിട്ട് ബൈൻഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ കാർബൺ ഡയോക്സൈഡ് ഫിക്സേഷൻ കുറയ്ക്കും. ഓപ്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് 2 in C4 plants mesophyll cells show very little photorespiration while bundle sheaths do not show photorespiration. C4 പ്ലാന്റ്സിൽ ഫോട്ടോ റെസ്പിറേഷൻ ഒക്കർ ചെയ്യുന്നതേ ഇല്ല. സോ ഇതൊരു റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ഓപ്ഷൻ 1 ഇസ് ദി കറക്റ്റ് ആൻസർ. ഐഡൻറ്റിഫൈ ദ സ്റ്റെപ്സ് ഇൻ ട്രൈ കാർബോക്സിലിക് ആസിഡ് വിച്ച് ഡസ് നോട്ട് ഇൻവോൾവ് ഓക്സിഡേഷൻ ഓഫ് സബ്സ്ട്രേറ്റ്. ഓക്സിഡേഷൻ ഓഫ് സബ്സ്ട്രേറ്റ് ഇല്ലാത്തൊരു ഇതാണ് ചോദിച്ചത്. ഇവിടെ സക്സിനൈൽ കോ എൻസൈം എനെ സക്സിനിക് ആസിഡ് ആക്കുമ്പോൾ അവിടെ എന്തുണ്ടാവുന്നില്ല? ഓക്സിഡേഷൻ നടക്കുന്നില്ല. ഓപ്ഷൻ 1 ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അത് ടെക്സ്റ്റ് ബുക്കിൽ അതുപോലെ ഉണ്ട്. നെക്സ്റ്റ് സിട്രിക് ആസിഡ് മാച്ച് ദ ഫോളോയിങ് ആണ്. സിട്രിക് ആസിഡ് എന്താണ്? മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സ്. ഗ്ലൈക്കോളിസിസ് എവിടെയാണ് നടക്കുന്നത്? സൈറ്റോപ്ലാസം. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ. ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ ആട്ടോ, മാറിപ്പോകരുത്. പ്രോട്ടോൺ ഗ്രേഡിംഗ് ഇന്റർ മെംബ്രെയിൻ സ്പേസ് ഓഫ് മൈറ്റോകോൺഡ്രിയ. A2 വരുന്ന ഒരു ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഓപ്ഷൻ 4. സോ ഓപ്ഷൻ 4 ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് കറക്റ്റ് റിഗാർഡിംഗ് പ്രോസസ് ഓഫ് replication of E. coli. E. coliൻ്റെ റെപ്ലിക്കേഷനിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ദ DNA polymerase catalyzes polymerization in 5-3- as well as 3-5- direction. നോ, അതൊരു റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. DNA dependent DNA polymerase catalyzes polymerization in 5-3- direction. 5-3- ഡയറക്ഷനിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. 3-5- ചെയ്യുന്നില്ല. ഓക്കെ, കറക്റ്റ് ആൻസർ ആണ്. ഓപ്ഷൻ 2 ഇസ് ദി കറക്റ്റ്. ഇനി in an ecosystem, if the net primary productivity of first trophic level is 100 kilocalorie per meter square per year, what would be the gross primary productivity of third trophic level? So ഇവിടെ net primary productivity of first trophic level is the gross primary productivity of second trophic level ആയിരിക്കും. സോ ഫസ്റ്റത്തതിൻ്റെത് സെക്കൻഡിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ സെക്കൻഡ് ട്രോഫിക് ലെവലിലതായിരിക്കും തേർഡിലുണ്ടാവുക. സോ അക്കോർഡിംഗ് ടു ദ 10% law, 90% is respiratory loss. 90% respiratory loss ആണ്. And here net primary productivity is equal to GPP. NPP equal to GPP minus R ആയിരിക്കും. At first NPP എത്ര ആയിരിക്കും? 100, which is GPP of second trophic level ആയിരിക്കും. At second it is 10% of GPP is 10 into 100. So since GPP of third trophic level is same as NPP, the second trophic level is equal to 10 into X ആയിരിക്കും. So option 1 is the right answer. ഓപ്ഷൻ 4ഉം റൈറ്റ് ആവാനൊരു ചാൻസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ്, മാച്ച് ദ ഫോളോയിങ്. ഇവരുടെ എന്ത് ടൈപ്പ് ഓഫ് ഫ്ലവർ ഈസ്റ്റിവേഷനൊക്കെയാണ് എക്സാമ്പിൾസ് ആണ് ഓരോന്നിൻ്റെ. റോസ് ഒരു പെരിഗൈനസ് ഫ്ലവറാണ്. A2. പി എന്താണ്? പി മാർജിനൽ പ്ലാസൻറ്റേഷൻ കാണിക്കുന്നുണ്ട്. കോട്ടൺ ട്വിസ്റ്റഡ് ഈസ്റ്റിവേഷനാണ്. ആൻഡ് മാംഗോൻ്റെ ഡ്രൂപ്പാണ് അതിൻ്റെ ഫ്രൂട്ട്. സോ A2 B4 ഓപ്ഷൻ 3 ആണ്. A2 B4 വരുന്ന ഓപ്ഷൻ 3 ആണ്.
A2 B4 വരുന്ന ഓപ്ഷൻ 3 ആണ്. സോ ഓപ്ഷൻ 3 ഇസ് ദി റൈറ്റ് ആൻസർ. മാച്ച് ദ ഫോളോയിങ് ആണ്. സോ ഇത് സയൻറ്റിസ്റ്റും അവരുടെ ഇൻവെൻഷൻസും ആണ്. റോബർട്ട് മെയ് എന്താണ് കണ്ടുപിടിച്ചത്? ഗ്ലോബൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി അറ്റ് അബൌട്ട് 7 മില്യൺ എന്ന് പറഞ്ഞത് റോബർട്ട് മെയ് ആണ്. A3 വരുന്ന 2 ഓപ്ഷൻ ഉണ്ട്. അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് എന്താണ്? സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പാണ്. B1. A3 B1 ഓപ്ഷൻ 4 ആണ്. പോൾ എർലിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളത്? റിവറ്റ് പോപ്പർ ഹൈപ്പോത്തസിസ് ആണ്. ആൻഡ് ഡേവിഡ് ടിൽമാൻ ലോങ് ടേം എക്കോസിസ്റ്റം എക്സ്പെരിമെൻ്റ് ആണ്. സോ ഓപ്ഷൻ 4 ഇസ് ദി റൈറ്റ് ആൻസർ. അടുത്തത് മാച്ച് ദ ഫോളോയിങ് ആണ്. മോണോ അഡൽഫസ് എന്താണ്? എക്സാമ്പിൾ ചൈന റോസ്. മോണോ അഡൽഫസ് ആണെങ്കിൽ ചൈന റോസ്. ഡൈ അഡൽഫസ് ആണെങ്കിൽ പി. പോളി അഡൽഫസ് ആണെങ്കിൽ സിട്രസ്. എപ്പി ഫില്ലസ് ആണെങ്കിൽ ലില്ലി. സോ A4 B2 വരുന്ന ഓപ്ഷൻ 3. ഓപ്ഷൻ 3 ഇസ് ദി റൈറ്റ് ആൻസർ. സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ബോട്ടണി ആണ്. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ചൂസ് എ സെറ്റ് ഓഫ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ദ മെമ്പർ ഓഫ് 5 of 5C. സോ 5 of 5C വെച്ചിട്ട് നോക്കുമ്പം ചൂസ് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ occur usually by biflagellate zoospores. Yes. Sexual reproduction is by oogamous method only. No, oogamous മാത്രമല്ല, by isogamous, anisogamous and oogamous. അപ്പോൾ ഇതൊരു റോങ് സ്റ്റേറ്റ് ഓൺലി വന്നതുകൊണ്ടാണ് റോങ് സ്റ്റേറ്റ്മെൻറ്റ് ആണെന്ന് പറഞ്ഞത്. ഓക്കെ. സ്റ്റോർഡ് ഫുഡ് ഇൻ ദ ഫോം ഓഫ് കാർബോഹൈഡ്രേറ്റ് ഇൻ ഇതർ മാനിറ്റോൾ ഓർ ലാമിനാറിൻ. യെസ്, 5 of 5Cയിൽ ലാമിനാറിൻ ഓർ മാനിറ്റോൾ ഫോമിലാണ് ഫുഡ് സ്റ്റോർ ചെയ്യുന്നത്. മേജർ പിഗ്മെൻറ്റ് ഫൗണ്ട് ഇൻ ക്ലോറോഫിൽ A, C, കെറോട്ടിനോയിഡ് ആൻഡ് സാന്തോഫിൽ ആണ്. ആൻഡ് ദ നെക്സ്റ്റ് ഇസ് വെജിറ്റേറ്റീവ് സെൽസ് ഹാവ് എ സെല്ലുലോസിക് വാൾ കവേർഡ് വിത്ത് ജെലാറ്റിനസ് കോട്ടിംഗ് കോൾഡ് ആൽജിൻ. ആൽജിൻ എന്നൊരു കവറിംഗ് ഉണ്ട്. യെസ്. സോ ഓപ്ഷൻ A, C, D, E കറക്റ്റാണ്. ഓപ്ഷൻ 1 ഇസ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ, താങ്ക് യു.